വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ത്രെഡ്സ് ആൻഡ് ടേൽസ്. ഇന്ന് ചെറിയൊരു വ്ളോഗിങ് വീഡിയോ ആണ്. അങ്ങനെ പക്കാ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു സ്ഥലത്തേക്ക് കറങ്ങാൻ പോയി. അപ്പോൾ അത് എവിടേക്കാന്ന്, അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നും ചുമ്മാ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒന്ന് മാറാനായിട്ട് ഫ്രണ്ട്സായിട്ട് എങ്ങോട്ടേലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ കുറേ ഓപ്ഷൻസ് നോക്കി. ആദ്യം ഏതെങ്കിലും മോളിലേക്ക് എങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ടൈമും മോളാണല്ലോ കാണാൻ പോകുന്നത്, അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ മറൈൻ ഡ്രൈവും അല്ലെങ്കിൽ വല്ല ബീച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ വന്നത്. പക്ഷേ അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ട കാരണം അത് വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി ബാൻഡ്ര പോവാന്ന്. അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാൻഡ്ര സ്റ്റേഷനിലെ വെസ്റ്റ് എക്സിറ്റിൽ ഇറങ്ങി അവിടുന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഷോപ്പുകളൊക്കെയുള്ള സ്ഥലത്തെത്തി. ഡ്രസ്സിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയും ഒരുപാട് ഷോപ്പുകൾ റോഡ് സൈഡിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രം ട്രഡീഷണൽ ടു വെസ്റ്റേൺ പലതരത്തിലുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ, ചെരുപ്പും ഷൂസും അതുപോലെ തന്നെ ബാഗുകൾ, പിന്നെ ഈ നെയിൽ പോളിഷ്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസും നമുക്കിവിടെ കിട്ടും. ചുമ്മാ എല്ലാ ഷോപ്പും കയറി കാണൽ മാത്രമല്ല, കമ്മൽ, നെയിൽ പോളിഷ്, മോതിരം, ബ്രേസ്ലെറ്റ് അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം കടകളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ റിക്ഷ കയറി ബാൻഡ്ര സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് നടന്ന് ക്ഷീണിച്ച കാരണം ദാഹം മാറ്റാൻ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കടകൾ കാണാൻ ഇറങ്ങി. അങ്ങനെ നടന്ന് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ വല്ലതും കഴിക്കാനായി മെക്ഡിയിൽ കയറി. ഫുഡിങ് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇത് ഔട്ട് ഓഫ് പ്ലാൻ ഞങ്ങൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് മലബാർ ഹില്ലിലെ നേച്ചേഴ്സ് ട്രെയിൽ. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് വേർലി സീലിംഗ് വഴി ഞങ്ങൾ നേച്ചേഴ്സ് ട്രെയിലിലേക്ക് പോയി. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 2009 1600 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു സംഭവമാണ്. ഇത് ബാൻഡ്ര ടു വേർലി കണക്ട് ചെയ്യണ ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് കാരണം ഒരു 30 to 45 മിനിറ്റ്സിൻ്റെ യാത്ര ഒരു 7 to 10 മിനിറ്റ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സോ നമ്മളങ്ങനെ നേച്ചേഴ്സ് ട്രെയിലിലെത്തി. ഇവിടെ പ്രീ ബുക്കിംഗ് ഉണ്ട്. 25 rupees പെർ ഹെഡാണ് റേറ്റ് വരുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. 1 hourൻ്റെ ഓരോ സ്ലോട്ടായിട്ടാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. കാണാൻ അത്രമാത്രം വലിയ സംഭവമൊന്നുമില്ല. രണ്ട് സൈഡിലും ഫോറസ്റ്റ് ടൈപ്പ് ചെടികളും മരങ്ങളും ഒക്കെയാണുള്ളത്. അതിൻ്റെ നടുക്ക് കൂടെ ഒരു പാത. അവിടെ നമ്മൾ എൻട്രി പോയിൻറ്റിലൂടെ കയറി ഒരു പോയിൻ്റ് എത്തുമ്പോൾ യൂ ടേൺ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടുന്ന് വീണ്ടും ഈ എൻട്രി പോയിൻറ്റിൽ തന്നെ നമ്മൾ എക്സിറ്റ് ആവും. കാണാൻ ഒരുപാട് സംഭവങ്ങളില്ലെങ്കിലും മുംബൈയിലെ ശബ്ദമുഖരിതമായ ഒരു പ്ലേസിൽ നിന്ന് വിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. ഈവനിങ് നൈറ്റിലൊക്കെ ഇവിടെ ലൈറ്റിങ്സൊക്കെ ഇട്ട് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും സെറ്റപ്പ്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള കടലിൻ്റെ സീൻ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആയുർവേദ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്.
മഞ്ചാടിയുടെ മരമുണ്ട്. ഇനിയും ഒരുപാട് ഔഷധ ഫലങ്ങളുള്ള മരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ മരങ്ങളുടെ പേരൊക്കെ ഇവർ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഈ നേച്ചർ ട്രെയിലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബീച്ചിലേക്ക് എത്തും. ചൗപ്പാട്ടി ബീച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ചർണി റോഡ് സ്റ്റേഷനിലേക്ക് എത്തും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ ട്രെയിൻ കയറി. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വൺ ഡേ ട്രിപ്പ്. ഒരുപാട് സംഭവങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഒരുപാട് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രിപ്പിലൂടെ. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.